ഹായ്, ഞാൻ വിവേക് സോമരാജ്, ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസിന്റെ ചീഫ് ഓഡിയോളജിസ്റ്റ്. ഒരാൾക്ക് കേൾവിക്കുറവ് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ചോദ്യം എന്താണ്? അത് മോസ്റ്റ് പ്രോബബ്ലി അതിന്റെ വില എത്രയാണ് എന്നുള്ളത് തന്നെ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഏതൊക്കെ ടൈപ്പ് ഹിയറിംഗ് എയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നായിരിക്കും അടുത്ത കൂടുതലായിട്ട് വരുന്ന ഒരു ചോദ്യം. മൂന്നാമത്തത്, ഏറ്റവും നല്ല ബ്രാൻഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതായിരിക്കും അടുത്തൊരു ചോദ്യം വരിക. അപ്പോൾ അതിന്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹിയറിംഗ് എയ്ഡ്സ് ബേസിക്കലി പ്രോഗ്രാമബിൾ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്, നോൺ പ്രോഗ്രാമബിൾ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അതിൽ പ്രോഗ്രാമബിൾ ഹിയറിംഗ് എയ്ഡ്സ് നമുക്ക് ഏകദേശം ഒരു 20,000 രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെ പോകുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അകത്തെ ടെക്നോളജിയും അതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സും റീചാർജബിലിറ്റി അങ്ങനത്തെ ഓരോ ഫീച്ചേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഇത് കൂടാതെ നോൺ പ്രോഗ്രാമബിൾ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. നോൺ പ്രോഗ്രാമബിൾ ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് 90s അല്ലെങ്കിൽ 80s സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് അല്ല, ഒരു ടെക്നോളജിയാണ്. അപ്പം അത് കമ്പ്യൂട്ടറിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല. അത് നോൺ പ്രോഗ്രാമബിൾ ഹിയറിംഗ് എയ്ഡ്സ്. അതിന് ഏകദേശം വില സ്റ്റാർട്ട് ചെയ്യുന്നത് 10,000 രൂപ മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10,000 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ബേസിക്കലി 3 തരമാണ് വരുന്നത്. ഒന്ന്, ബിഹൈൻഡ് ദി ഇയർ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയും. ഈ കാണുന്നതാണ് ഒരു ബിഹൈൻഡ് ദി ഇയർ ഹിയറിംഗ് എയ്ഡ്. ഇത് പേര് പോലെ തന്നെ നമ്മൾ ചെവിയുടെ പുറമെയാണ് ഇത് വെക്കുക. ഒരു ട്യൂബ് നമ്മൾ ചെവിയുടെ ഉള്ളിലോട്ടും ഇത് കണക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളെപ്പോഴും കണ്ടുപരിചയമുള്ള ഹിയറിംഗ് എയ്ഡ് ഈ ബിഹൈൻഡ് ദി ഇയർ ഹിയറിംഗ് എയ്ഡ് ആയിരിക്കും. ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വലുപ്പമുള്ളതും ബിഹൈൻഡ് ദി ഇയർ ഹിയറിംഗ് എയ്ഡിന് തന്നെയാണ് BTE ഹിയറിംഗ് എയ്ഡ്സ്. രണ്ടാമത്തെ കാറ്റഗറി RIC ഹിയറിംഗ് എയ്ഡ് അല്ലെങ്കിൽ റിസീവർ ഇൻ ദി കനാൽ ഹിയറിംഗ് എയ്ഡ്സ്. ഇതും ചെവിയുടെ പുറമെ തന്നെയാണ് വെക്കുന്നത്. ബട്ട് ഒരു BTE കമ്പയർ ചെയ്യുമ്പോൾ വലുപ്പം കുറവാണ്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചെവിയുടെ മുന്നിലേക്ക് വരുന്ന ആ ഒരു വയറുണ്ട്, അത് തീരെ തിന്നാണ്, അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് കളറുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ ചെവിയിൽ ഒരു മെഷീൻ വെച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന കസ്റ്റം ഹിയറിംഗ് എയ്ഡ്സ് ആണ്. കസ്റ്റം ഹിയറിംഗ് എയ്ഡ്സ് 3 ടൈപ്പാണ് വരുന്നത്. ഒന്ന്, ITC ഇൻ ദി കനാൽ ഹിയറിംഗ് എയ്ഡ്സ്. ഇതാണ് ഒരു ITC ഹിയറിംഗ് എയ്ഡ്. അത് നമ്മുടെ കംപ്ലീറ്റ്ലി ഈ ഒരു കനാലിന്റെ മുഴുവൻ കവർ ചെയ്തിരിക്കും. ഒരു ബഡ്സ് ഹെഡ്ഫോൺ ഇരിക്കുന്ന പോലെയാണ് ITC ഹിയറിംഗ് എയ്ഡ്സ് വരിക. രണ്ടാമത്തേത് ഒരു CIC ഹിയറിംഗ് എയ്ഡ്സ് ആണ്. CIC എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഇൻ ദി കനാൽ ഹിയറിംഗ് എയ്ഡ്സ് ആണ് CIC. അപ്പോൾ ഇത് ചെവിയുടെ ഉള്ളിൽ പോകും കംപ്ലീറ്റ്ലി. നമുക്ക് ഇത് ചെവിയുടെ ഉള്ളിൽ ഇരിപ്പുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു CIC ഹിയറിംഗ് എയ്ഡ്. ഇതാണ് ഏകദേശം ഒരു ആവറേജ് സൈസ് വരുന്ന ഒരു CIC ഹിയറിംഗ് എയ്ഡ് ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. മൂന്നാമത്തത് IIC കാറ്റഗറി ഹിയറിംഗ് എയ്ഡ് ആണ്. IIC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിസിബിൾ ഇൻ ദി കനാൽ ഹിയറിംഗ് എയ്ഡ്സ്. ഉള്ളതിൽ ഏറ്റവും ചെറിയ ഹിയറിംഗ് എയ്ഡ് ആണ് IIC ഹിയറിംഗ് എയ്ഡ്സ്. ഇതാണ് ഒരു IIC ഹിയറിംഗ് എയ്ഡിന്റെ ഒരു ആവറേജ് സൈസ് വരുന്നത്. ഈ 3 എണ്ണവും നമ്മുടെ ചെവിയുടെ അളവെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് കൂടാതെ വേൾഡ്സ് സ്മോളസ്റ്റ് ഹിയറിംഗ് എയ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഇതാണ് ആ ഒരു ഹിയറിംഗ് എയ്ഡ് വരിക. ഇത് ചെവിയുടെ ഉള്ളിൽ തന്നെ വെക്കുന്നതാണ്. എന്നാൽ പോലും ഇത് നമുക്ക് അളവെടുത്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഓൾറെഡി റെഡിമെയ്ഡ് ആണ്. അപ്പം ഇതാണ് ഏകദേശം അതിൻ്റെ ഒരു സൈസ് വരിക. അപ്പം ഇതാണ് ബേസിക്കലി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് വരുന്നത്. ഇത് കൂടാതെ ഇതിന്റെ ഫീച്ചേഴ്സും ഓരോ കമ്പനീസിന് പുതിയ പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. ടെക്നോളജി മാറുന്നതനുസരിച്ച് പുതിയ ചിപ്സെറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിന്റെ പെർഫോമൻസും അതിന്റെ പ്രോസസ്സിംഗ് പവറും ഒരുപാട് കൂടുതലായിരിക്കും. മൂന്നാമത്തെ കാറ്റഗറിയിൽ ചോദ്യം ഞാൻ ചോദിച്ചത്, ഏതൊക്കെ കമ്പനീസ് ആണ് ഹിയറിംഗ് എയ്ഡ്സിന്റെ നല്ലതായിട്ടുള്ളത്? ബേസിക്കലി ഗ്ലോബലി, അതായത് നമ്മൾ ലോകം മുഴുവൻ നോക്കിയാൽ പോലും മേജറായിട്ട് 6 കമ്പനീസ് ആണ് ഹിയറിംഗ് എയ്ഡ്സിന് ഉള്ളത്. അതിൽ ഒന്നാമത്തത് ഫൊണാക് ഹിയറിംഗ് എയ്ഡ്സ്, രണ്ടാമത്തത് സിഗ്നിയ ഹിയറിംഗ് എയ്ഡ്സ്, മൂന്നാമത്തത് GN Risam ഹിയറിംഗ് എയ്ഡ്സ്, നാലാമത്തത് ഓട്ടിക്കോൺ ഹിയറിംഗ് എയ്ഡ്സ്, അഞ്ചാമത്തത് വൈഡെക്സ് ഹിയറിംഗ് എയ്ഡ്സ്, ആറാമത്തത് സിഗ്നിയ ഹിയറിംഗ് എയ്ഡ്സ്. അപ്പം ഇത്ര ആണ്. ഒരെണ്ണം കൂടെ ഉണ്ട്, സ്റ്റാർക്കി എന്ന് പറഞ്ഞ ഒരു കമ്പനിയും കൂടെ ഉണ്ട്. ഇതൊന്നും ഇന്ത്യൻ അല്ല, ഇതെല്ലാം യൂറോപ്പും അമേരിക്കയുമാണ് ബേസ്ഡ് ആയിട്ട് വരുന്ന കമ്പനീസ്. അപ്പം ഈ പറയുന്ന കമ്പനീസിന്റെ ഹിയറിംഗ് എയ്ഡ്സ് ഇന്ന് കേരളത്തിലും എല്ലായിടത്തും അവൈലബിളുമാണ്. ഇനി അവൈലബിൾ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല,
ഇത് ആര് പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് ഇരിക്കുന്നത്. അപ്പം ഓഡിയോളജിസ്റ്റ് ആണ് ബേസിക്കലി കേൾവി പരിശോധിക്കുന്നത്, അതിന് വേണ്ട ഹിയറിംഗ് എയ്ഡ്സ് വെച്ച് നമ്മളെ കാണിക്കുന്നത്, അല്ല അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ ഫീച്ചേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കസ്റ്റമായിട്ടുള്ളത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് അല്ല അതിൻ്റെ ക്ലാരിറ്റി അല്ല ട്യൂണിങ് നമ്മൾ ജനറലി പറയാറുണ്ട്, അത് ചെയ്തു തരുന്നത് ഒരു ഓഡിയോളജിസ്റ്റാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഇന്നിപ്പം ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ എപ്പോഴും ബന്ധപ്പെടാവുന്നതാണ്. അപ്പം ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസ് നിങ്ങളുടെ ട്രസ്റ്റഡ് ഹിയറിംഗ് പാർട്ട്ണർ.